ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കൂടുതൽ ബോട്ടുകളും ടെർമിനലുകളും വരുന്നു. 40 ലക്ഷം യാത്രക്കാരുമായി വാട്ടർ മെട്രോ 3ാം വർഷത്തിലേക്ക്. കൊച്ചിയിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് വാട്ടർ മെട്രോ. ഇതുവരെ 40 ലക്ഷം യാത്രക്കാരുമായാണ് കൊച്ചി വാട്ടർ മെട്രോ 2 വർഷം പൂർത്തിയാക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ മെട്രോയ്ക്ക് പുതിയ ബോട്ട് ലഭിക്കുന്നതിനോടൊപ്പം കൂടുതൽ ടെർമിനലുകളും ഒരുങ്ങും. ആദ്യഘട്ടത്തിൽ 23 ബോട്ടുകൾ നിർമ്മിക്കാനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കരാർ നൽകിയിരുന്നത്. നിലവിൽ 19 ബോട്ടുകൾ ലഭിച്ചു. അവശേഷിക്കുന്ന 4 ബോട്ടുകളിൽ 2 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിൽ ഒരെണ്ണത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചു. ഹൈക്കോട്ട ഫോർട്ട് കൊച്ചി, വൈപ്പിൻ സൗത്ത് ചിറ്റൂർ, ചേരാനല്ലൂർ, ഏലൂർ, വൈറ്റില, കാക്കനാട് എന്നീ ടെർമിനലുകളിലാണ് 19 ബോട്ടുകളുമായി ഇപ്പോൾ സർവീസ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഹൈക്കോട്ട ഫോർട്ട് കൊച്ചി റൂട്ടിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് മുന്നറിയിപ്പ്. 28-ന് വയനാട്, കണ്ണൂർ ജില്ലകളിലും 29-ന് മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9-ന് പ്രഖ്യാപിച്ചേക്കും. മൂല്യനിർണ്ണയം പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. SSLC മൂല്യനിർണ്ണയം പൂർത്തിയായെന്നും ടാബുലേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂവെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. SSLC ഫലം പ്രഖ്യാപിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും. മെയ് 3ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. 2964 കേന്ദ്രങ്ങളിലായി 4,25,861 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. ഗൾഫിലെ 7 കേന്ദ്രങ്ങളിലായി 682 പേരും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 447 പേരും പരീക്ഷ എഴുതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലെ 100 ഒഴിവുകളിലേക്കാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റുകൾ മുഖേന മെയ് 2-നകം അപേക്ഷ നൽകണം. ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ B1 അല്ലെങ്കിൽ B2 യോഗ്യത നേടിയവർക്ക് മാത്രമേ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലൂടെ അപേക്ഷിക്കാനാകൂ. BSc ജനറൽ നഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത. ജനറൽ നഴ്സിംഗ് പാസ്സായവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഉയർന്ന പ്രായപരിധി 2025 മെയ് 31-ന് 38 വയസ്സ് കവിയരുത്.